ചോദിച്ചത് നിങ്ങൾ വില്ലനാണോ നായകനാണോ? ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞ ഇതാണ്. വിനായകൻ ഒരു രക്ഷയില്ല. വിനായകൻ പൊളി. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി. തീർച്ചയായിട്ടും തിയേറ്ററിൽ വിട്ടിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ നമ്മുടെ മുന്നിൽ എന്തായിരുന്നു ആ ഒരു വിങ്ങൽ ഈ ഒരു ചിത്രത്തിൽ നൽകുന്നത്. നമുക്ക് പല ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രേമയുഗത്തിലും എല്ലാത്തിനും പിന്നെ ക്യാരക്ടർ കണ്ട് ഇത് വെറൈറ്റി ആയിട്ട് വേറെ ലെവല്. വിനായകൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചേക്കാണ്. സസ്പെൻസിന്റെ മേളയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരേ സീൻ കഴിയുമ്പോഴും എന്തുട്ടാണ് അടുത്തതെന്ന് ഒരു പിടി കൊടുക്കാത്ത, അതായത് എലിയും പൂച്ചടം കളി എന്ന് പറയില്ല, ആ മാതിരി കളിയാണ് ഇതിനകത്ത് കണ്ടേക്കുന്നത്. നല്ല സൂപ്പർ പടമാണ് കളങ്കാവൽ. നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റുന്ന നല്ല, നമുക്ക് നമ്മളെ ഒരു വേറെ ലോകത്തേക്ക് കൊണ്ടുപോകും. നമുക്ക് ഒരു നേരം വേറെ ചിന്തയിലേക്ക് പോകാൻ പറ്റില്ല, അത്ര ബ്രില്യൻ്റ് ആയിട്ട് വരികയാണ്. പിന്നെ വിനായകൻ ടൈലർ പോലെ ഇത് സ്ട്രോങ് പോലീസാണ്. എല്ലാ അർത്ഥത്തിലും മമ്മൂട്ടിയുടെ പെർഫോമൻസ് വേറെ ലെവലാണ്. പിന്നെ അതുപോലെ വിനായകനെ എടുത്തു പറയണം, മമ്മൂട്ടിയുടെ സെയിം പെർഫോമൻസ്. വിനായകൻ അടിപൊളിയാണ്, മൊത്തത്തിൽ അടിപൊളിയാണ്, സൂപ്പറാണ്. വിനായകനകത്ത് ഒട്ടും അഭിനയിച്ചിട്ടില്ല, പക്ഷെ മമ്മൂക്കയാണ് അതിനകത്ത് അഭിനയിച്ചേക്കുന്നത്. ഒറിജിനൽ മമ്മൂക്ക അല്ല നമ്മളതിനകത്ത് കാണുന്നത്. മമ്മൂക്ക അഭിനയിക്കുകയും വിനായകൻ ജീവിക്കുകയും ചെയ്യും.